ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലിസസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 മാസത്തെ ഒരു ചെറിയ ജേർണി, അതേപോലെ 3 മാസം കൊണ്ട് എങ്ങനെ നമ്മൾ 1K വരെ എത്തിച്ചു എന്നുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. ഞാൻ എടുത്ത എഫേർട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ചെയ്ത പൊട്ടത്തരങ്ങളടക്കം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ തുടങ്ങിയിട്ടുള്ളവരോ അതേപോലെ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ അത് കുറച്ചൊക്കെ മാറിക്കിട്ടും കേട്ടോ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം തന്നെ തുടങ്ങാം. നമ്മള് ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 മാസേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ ഞാനൊരു തോന്നുന്നു ഒരു 200 സംതിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അല്ലേ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നത് ലോങ് വീഡിയോസ് ആണ്. ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും അങ്ങനെയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും എനിക്ക് അധികം വ്യൂസോ സബൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 100-200 ആ ഒരു റേഞ്ചിലൊക്കെ ഇങ്ങനെ വരികയായിരുന്നു മെല്ലെ മെല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 50 സബൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് എന്നാ ലൈവ് സ്ട്രീം ഓൺ ആയി കിട്ടും. ഒരു 50 സബ് ആയി കഴിഞ്ഞാൽ ലൈവ് സ്ട്രീം ഓൺ ആയി കിട്ടും. എന്നാലും ഞാൻ അധികം ലൈവ് ചെയ്യാറില്ലായിരുന്നു അന്ന് ഈ ലോങ് വീഡിയോ ഷോർട്സ് വീഡിയോ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നല്ല വ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. ചില ഷോർട്സിന് 1K ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 1000 വ്യൂസ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ വെർട്ടിക്കൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിന്ന് സബ് കൂടാൻ തുടങ്ങി കേട്ടോ. നല്ലപോലെ സബ് കൂടി. എനിക്ക് തോന്നുന്നു ഞാൻ അധികം പിന്നീട് ലൈവും ഷോർട്സും എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട്. അപ്പൊ ലൈവും ഷോർട്സും ഇങ്ങനെ രണ്ടും ഇട്ടിട്ട് ഞാൻ സബ് കൂട്ടി അതേപോലെ ഒരു 1K എത്തിച്ചു. എനിക്ക് തോന്നുന്നു എനിക്കിതിന് മുന്നേ 1K എത്തിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കഴിഞ്ഞ മാസം തോന്നുന്നു കുറച്ച് ഡിലേ വരുത്തിയായിരുന്നു. വീഡിയോസ് ഇടേണ്ട കാര്യത്തിൽ കുറച്ച് ഡിലേ വരുത്തിയായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോ 1K ആക്കാൻ പറ്റിയത്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും, അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസൺ ആയോ എന്നുള്ളതിനെ കുറിച്ച്. 1K മാത്രമായിട്ട് കാര്യമില്ലല്ലോ, 4000 വാച്ച് അവേഴ്സും കൂടി വേണ്ടേ. അതേപോലെ എനിക്കിതിന് എമൗണ്ട് കിട്ടാൻ തുടങ്ങിയോ എന്നുള്ള കാര്യം. അപ്പൊ അതും രണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ 1K മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് 4000 വാച്ച് അവേഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അതും കൂടി കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷനുള്ള ഒരു ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് തോന്നുന്നു എനിക്ക്. നമ്മുടെ വീട്ടിലോട്ട് തന്നെ ലെറ്റർ, പിൻ നമ്പർ എല്ലാം വരും. അത് പിന്നെ വന്ന് അടിച്ചു കൊടുത്ത് പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കയറുമ്പോഴാണ് ഡോളർ ഇങ്ങനെ ആഡ് ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടും കൂടി ഇല്ല. നമുക്ക് 1K ആയിട്ടേ ഉള്ളൂ. നമുക്ക് വാച്ച് അവേഴ്സ് ഒന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് നല്ല ടൈം എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ പരിശ്രമിക്കും, അത് വേറെ കാര്യം. നിങ്ങൾ ആരെങ്കിലും പുതിയതായി ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തുടങ്ങിയവർക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ മുടങ്ങാതെ വീഡിയോസ് ഇട്ടോ. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോസ് ഇട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മൾ വീഡിയോസ് ഇടേണ്ടത് മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ ഒരു വ്യൂസ് ഉണ്ടാവില്ല. ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യൂ ഇല്ല. എനിക്ക് അങ്ങനെ ഞാനൊരു ആഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്സ് ഇട്ടു. അപ്പൊ എനിക്ക് വ്യൂസേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനുശേഷം ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങുമ്പോഴാണ് വ്യൂസ് കയറി വരുന്നത്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ പുതിയതായി ചാനൽ തുടങ്ങിയവര് ഇപ്പോ വീഡിയോ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു റൊട്ടീൻ പോലെ ഏതാണോ നമ്മൾ ഇടാൻ പറ്റിയ സമയം ആ സമയത്ത് കറക്റ്റ് ആയി ഇട്ടോളൂ കേട്ടോ. അതാണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. അതിനുശേഷം നല്ലൊരു തംബ്നെയിൽ കൊടുക്കുക, നല്ലൊരു ക്യാപ്ഷൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി മറ്റുള്ളവരെ അട്രാക്ഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിക്ക് ആവാൻ പറ്റും. 1000 സബൊക്കെ ആവും. ഏതെങ്കിലും ഒരു ഒറ്റ ലോങ് വീഡിയോ നമ്മുടെ ക്ലിക്ക് ആയി കഴിഞ്ഞ മക്കളെ നമുക്ക് 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. അതിന് നമ്മുടെ തലയിൽ ഒരു വര വേണം. നമുക്ക് പറ്റും ഗൈസ്.
അത് വേറെ കാര്യം. ഇനി എന്റെ ചാനൽ മോണിറ്റൈസൺ ആയിട്ടില്ല, ഇതാണ് സത്യം. എമൗണ്ടും കിട്ടാനേ തുടങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഇതിന്ന് എന്തെങ്കിലും ഒരു ഇൻകം, അതേപോലെ ഇതിന്ന് ഓരോന്ന് ഞാൻ അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങളെ ഞാൻ അത് അറിയിക്കും. നിങ്ങളെ അതെനിക്ക് അറിയിച്ചേ പറ്റൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊന്നും കിട്ടാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളെ എന്തായാലും ഞാൻ അറിയിക്കും ഗൈസ്. എനിക്ക് ഇതുവരെ ഇതൊന്നും ഒരു എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. 1K ആയിട്ടേ ഉള്ളൂ ഗൈസ്. 4000 വാച്ച് ഹവേഴ്സും കൂടി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി കൊളാക്കുന്നൊന്നുമില്ല. ഈ 2025 ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉള്ളവരാണെങ്കിൽ അവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടോളൂ. എന്തായാലും നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കയറി വരും, അത് ഉറപ്പാണ്. ഓക്കെ, വാച്ച് ഹവേഴ്സിന് മാത്രം ശ്രദ്ധ കൊടുക്കാതെ തന്നെ നിങ്ങൾ സബില് ശ്രദ്ധ കൊടുത്തോളൂ കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലായിട്ട് വാച്ച് ഹവേഴ്സ് കൂടിക്കോളും. പക്ഷെ ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യണം വാച്ച് ഹവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട്. അതേപോലെ വാച്ച് ഹവേഴ്സ് നമ്മുടെ ഷോർട്സ് അല്ല സോറി, അതേപോലെ നമ്മുടെ വാച്ച് ഹവേഴ്സ് കൂടണമെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്താലും വാച്ച് ഹവേഴ്സ് കൂടുക. അപ്പം അത് രണ്ടും നോക്കിക്കോളൂ. ഇനി ലോങ് വീഡിയോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ലൈവ് ഇട്ടോ, ലൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലോങ് വീഡിയോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാച്ച് ഹവേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഷോർട്സ് ഇടുന്നതിന് മൂലം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ് സബ് കൂടും. അല്ലെങ്കിൽ പിന്നെ ഷോർട്സ് കിട്ട് ഒരു 10 മില്യൺ 3 മില്യൺ ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ നമുക്ക് മോണിറ്റൈസൺ ആയി എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒക്കെ കിട്ടാൻ തന്നെ ഷോർട്സ് അത്രയും അടിപൊളിയായി ഇടണം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. പുതിയതായി ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു ദിവസം പിന്നെയും വരുന്നവരേക്കും ബൈ. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ ഗൈസ്. അപ്പോൾ